വോട്ടർമാരെ സ്വാധീനിക്കാൻ പാരിതോഷികങ്ങളും കിറ്റുകളും അങ്ങനെ മറിയുന്നതാണോ രാഷ്ട്രീയ കേരളത്തിലെ വോട്ടുകൾ? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കിറ്റ് വിവാദവും ആരോപണങ്ങളുമെല്ലാം ചൂടൻ ചർച്ചകളാകുകയാണ്. ഇതേ വിഷയമാണ് വോട്ട് കമന്റ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കിറ്റിലും പാരിതോഷികത്തിലും മറിയുമോ വോട്ട് എന്ന ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. വോട്ട് ചെയ്തവരിൽ 75% പേരും വോട്ട് മറിയില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത്. 22% പേർ വോട്ട് മറിയും എന്ന് അഭിപ്രായപ്പെട്ടു. 3% പേർ അഭിപ്രായമില്ലെന്ന് രേഖപ്പെടുത്തി. ഇനി നമുക്ക് വോട്ടുകൾ നോക്കാം. വോട്ടുകളും കമന്റുകളും നോക്കാം. അപ്പം ഇത് കമന്റുകൾ നോക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ഒരു ഇപ്പം ഈ വിഷയം വന്നതിലേക്ക് വരാം. അതായത് ഈ വോട്ടിൻ്റെ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം സമ്മാനങ്ങൾ, കിറ്റുകൾ, അതുപോലെ എന്താ പറയുക, പിന്നെ പണം, ഇതൊക്കെ ആളുകൾക്ക് എത്തിക്കുന്നു, വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇത് കുറേ കാലങ്ങളായിട്ട് നടന്നു, ഇപ്പം കേൾക്കുന്ന ഒരു കാര്യമല്ല. ഇത് കുറേ കാലങ്ങളായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതുണ്ട്. നമ്മൾ ചെറുതിലെ ഇങ്ങനെയുള്ള ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം വിതരണം ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പം എന്റെയൊക്കെ നാട്ടിലാണെങ്കിൽ ഈ ഉന്നതികളിൽ ഈ പറഞ്ഞ പോലെ 500 രൂപയും കുപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ വോട്ട്, അങ്ങനെ കൂട്ടമായി വോട്ട് മറിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം സംബന്ധിച്ചും അവിടുത്തെ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരന്തരം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ അതിൽ കൂടുതൽ രൂക്ഷമായിട്ട് വരുന്നുണ്ട്. അത് ഇപ്പം ഈ 500 രൂപയ്ക്കും കുപ്പിക്കും പകരം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കിറ്റായിട്ട്, അതുപോലെ കൂടുതൽ പണമായിട്ട് ഒക്കെ വോട്ടർമാരിലേക്ക് എത്തിക്കുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനമൊക്കെ ഇപ്പം ആണ് കേരളത്തിലേക്ക് ഇത് കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പം നോക്കുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നേമത്ത് നിന്നാണ്. നേമത്ത് വി ശിവൻകുട്ടിയാണ് ഇത്തരം ഒരു ആരോപണം ആദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ തുടർച്ചയായിട്ട് നോർത്ത് ഇന്ത്യൻ രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ കേരളത്തിലേക്ക് അവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് കാർഗോസിൽ, അതേപോലെ പാഴ്സലുകൾ, കൊറിയറുകളിലൊക്കെ ഇഷ്ടം പോലെ ധാരാളമായിട്ട് വരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ വോട്ടർമാർക്കുള്ള സമ്മാനങ്ങളും പണവും ഒക്കെ ആയിട്ടാണ് ഇത് എത്തുന്നതെന്നുള്ള രീതിയിൽ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പറഞ്ഞ പോലെ കത്ത് നൽകുകയും ചെയ്തിരുന്നു. അപ്പം ഇതോടെയാണ് ഈ പറഞ്ഞ പോലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കേരളത്തിലേക്ക് ഇത്തരം പരിപാടികൾ നടക്കുന്നു എന്നുള്ളതിന്റെ ആദ്യമായിട്ടൊരു സാധനം വരുന്നത്. ഇത് ഇപ്പം ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവങ്ങൾ ഒന്ന് ഇപ്പം വാടാനപ്പള്ളിയിൽ ഈ കിറ്റ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിവാദം വാടാനപ്പള്ളിയിൽ ഉയരുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ഒളരിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഉന്നതിയിൽ ഈ കിറ്റ് വിതരണം ചെയ്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. വലിയ വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് സീൽ ചെയ്തു. ഇപ്പം അതിൽ കേസും എടുത്തിട്ടുണ്ട്. അപ്പൊ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണല്ലോ സ്വാഭാവികമായിട്ടും ഇത്. അപ്പൊ അതിന്റെ ഒരു കേസും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പം ഈ ചർച്ചകൾ ഉയർന്നു വരുന്നതിനുള്ള ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 1-2 കമന്റുകൾ നോക്കാം. അപ്പം സത്യൻ കോന്നി പറയുന്നുണ്ട്, വളരെ ചെറിയ തോതിൽ ആളുകളെ സ്വാധീനിച്ചേക്കാം ഇത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ. അത് ഏതളവിലായാലും ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കുവാൻ കഴിയില്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളാണ് പണവും മറ്റു വസ്തുക്കളും കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത്. തൃശ്ശൂരിലെ സംഭവം കേരളത്തിന് തന്നെ അപമാനമാണ് എന്നുള്ളൊരു കമന്റാണ് വന്നിട്ടുള്ളത്. പിന്നെ വിനോദ് പറയുന്നുണ്ട്, കോഴപ്പണം കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന കിറ്റും പണവും സ്വീകരിക്കും, പക്ഷെ പകരം വോട്ട് കൊടുക്കില്ല. നാടിനെ നശിപ്പിക്കാൻ വോട്ട് കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച നാട്ടുകാർ. ഇതാണ് കേരളം, ഇതാണ് മലയാളികൾ എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതില് ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കിയാലും BJP-ക്കെതിരെയാണ് പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല. ഇപ്പം നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഭാരത് റൈസ് അത് വീണ്ടും എവിടെ ഈ വിഷയത്തിനകത്ത് ഭാരത് റൈസ് വീണ്ടും അന്ന് ഓർമ്മയുണ്ടോ? ഈ ഭാരത് റൈസ് വന്ന സമയത്ത് പറഞ്ഞത് FCI വഴി അന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന അരിവിഹിതമായിരുന്നു, അത് വെട്ടിക്കുറച്ചിട്ട് ഈ മറ്റേ നാഫെഡ് വഴിയും NCCF വഴിയൊക്കെ ഇത് വിതരണം ചെയ്യാണ്. ഇത് വിതരണം ചെയ്തിട്ട് അത് കേന്ദ്രത്തിന്റെ അരിയാണ് എന്നുള്ള രീതിയിൽ, കേന്ദ്രം വിതരണം ചെയ്യുന്ന അരി എന്നുള്ള രീതിയിൽ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് GR അനിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല അരിയൊന്നും അല്ല, മട്ടയോ അങ്ങനെയൊന്നും അല്ല, സാധാരണ റേഷൻ കടയിൽ കൂടി വിതരണം ചെയ്തു വരുന്ന ചാക്കരി, പച്ചരി അങ്ങനായിരുന്നില്ല. പച്ചരി എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ GR അനിൽ പറഞ്ഞത് എങ്ങനെ അരി കിട്ടിയാലും
ഇത് നോർമൽ സാധാരണ റേഷൻ കടയിൽ കൂടി കേരളത്തിന് കൊടുത്തു വന്നിരുന്ന അരി എന്താണോ അത് തന്നെയാണ് കേന്ദ്രവിഹിതം എന്ന് പറഞ്ഞിട്ട് ഈ കേന്ദ്രത്തിന്റെ അരി എന്ന് പറഞ്ഞവർ കൊടുക്കുന്നതെന്നാ. ഇപ്പൊ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇല്ല. അതിനുശേഷം പിന്നെ ഭാരത് റൈസ് ഇല്ല. അതായത് ഇത് ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് നമ്മളിപ്പോ കിറ്റാണല്ലോ ഏറ്റവും വലിയ ആരോപണം. ഈ കിറ്റ് പറയുന്ന സമയത്ത് ഒരു സമയത്ത് കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന 2021 വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ഈ കോവിഡും ഒക്കെ 2020 പിന്നെ അതിന് മുന്നേയുള്ള പ്രളയം. അപ്പൊ ഈ സമയത്തൊക്കെ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു സർക്കാർ. അപ്പം അങ്ങനെയുള്ള ഒരു സർക്കാരാണ് കിറ്റ് വിതരണം ചെയ്ത് അതിന്റെ പ്രഭാവത്തിൽ വന്ന സർക്കാരാണ്. അങ്ങനെ ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ട്. വന്ന സർക്കാരാണെന്നുള്ള ആരോപണം. അതായത് മറ്റേ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേ കിറ്റ് നൽകി എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് ആ സമയത്ത് വന്നത്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കിറ്റുകൾ പ്രളയ സമയത്തായാലും പ്രത്യേകിച്ച് കോവിഡ് പോലത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തായാലും ഒരു അടിയന്തര ഘട്ടത്തിൽ കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അത് തുടർന്നു എന്നുള്ളതാണ്. അത് ഓണത്തിനും വിഷുവിനും സംബന്ധിച്ചിട്ട് അതങ്ങ് പിന്നീട് അതങ്ങ് തുടർന്നു. അപ്പം സ്വാഭാവികമായും അത് ആ തരത്തിലുള്ള അലിഗേഷൻസിലേക്ക് അത് മാറി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഭക്ഷണം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ അരി നൽകുക, ഭക്ഷണ സാധനങ്ങൾ നൽകുക എന്ന് പറയുന്ന അതിലൊരു വൈകാരികത എപ്പോഴും നമുക്കുണ്ട്. ആ വൈകാരികതയെ വോട്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴുള്ള കിറ്റ് വിവാദമാണെങ്കിൽ പോലും അത് ആ തരത്തിലേക്കാണ് നീളുന്നത്. ഭക്ഷണ കിറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റ് കൊടുക്കുന്നു, അതുവഴി വോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന. അല്ല, ഇതിപ്പം കഴിഞ്ഞ LDF സർക്കാർ ഇനി രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു അവരുടെ വിജയത്തിനൊരു കളങ്കം പോലെ കൊടുത്ത് നേടിയ വിജയം എന്നൊരു സാധനം അതങ്ങനെ തന്നെ ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷം. അല്ല, നമുക്ക് വന്ന കമന്റുകളിലും പലരും LDF കിറ്റ് കൊടുത്തിട്ടല്ലേ അധികാരത്തിൽ വന്നതെന്ന് പറയുന്നത്. നിരന്തരമായി അവർ ആരോപിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ ഒന്ന് കിറ്റ് കൊടുത്തു കയറിയ സർക്കാർ എന്നുള്ളതാണ്. അതിനെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയോ ഇല്ലയോ എന്നല്ല, കിറ്റും പെൻഷനും കൊടുത്താണ് നിങ്ങൾ അധികാരത്തിലേറിയത് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു അലിഗേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കമന്റ് ഉണ്ട്. LTR ദ്രാവിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് പറയുന്നത്, കിറ്റും സാരിയും കിട്ടാതെ BJPക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്ന BJP അനുഭാവികൾ മണ്ടന്മാരാണ്. 1000 കോടിയെങ്കിലും ഗുജറാത്തി ഫണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 300 രൂപ സാരിയെങ്കിലും കിട്ടട്ടെ. ഇലക്ഷന് ശേഷം ഒന്നും കിട്ടില്ല. തിരുവനന്തപുരത്തുകാരുടെയും തൃശ്ശൂരുകാരുടെയും അവസ്ഥയാകും എന്ന് പറയുന്നു. ND ഓരോ സാരിക്കും വേറെ 30% കമ്മീഷൻ ഗുജറാത്തി കച്ചവടക്കാർക്കുണ്ട്. എന്ത് ചെയ്താലും ലാഭം ഗുജറാത്തിലെത്തും എന്നാണ്. അതായത് ഗുജറാത്തിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ കേന്ദ്ര കിറ്റ് എന്നുള്ള BJPക്കെതിരെയാണല്ലോ ഈ പ്രധാനമായിട്ട് ഈ ആരോപണം വരുന്നത്. അതായത് കിറ്റ് കൊടുത്ത് വോട്ട് മേടിക്കുക, പൂരം കലക്കി വോട്ട് വാങ്ങിക്കുക, പുറത്തുനിന്നുള്ള വോട്ട് ചേർത്തിട്ട് വോട്ട് കൂട്ടുക. അതെ, അങ്ങനെ പല ആരോപണങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ന്യൂസ് മലയാളം തന്നെ തൃശ്ശൂരിൽ വോട്ട് ചേർത്തതിനെ പറ്റിയിട്ട് അത് ഈ പറഞ്ഞ പോലെ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സമയത്താണ് അതുണ്ടായത്. അത് അന്ന് വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. പിന്നൊരു ഘട്ടം കഴിയുമ്പോൾ ആ ചർച്ചകൾ അവിടെ അങ്ങ് നിൽക്കും. പക്ഷെ ചർച്ചകൾ അവിടെ അവസാനിച്ചാലും ഈ പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടിയിട്ട് കുറച്ച് ഫ്രീബീസ് കൊടുത്ത് വലയിലാക്കുക. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന വോട്ട് കാണിച്ചിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ മെയിനാണ്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കുക എന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ അപ്പൊ അവരാരാണ് ചോദ്യം ചെയ്യുന്ന ഇത്ര വില കുറച്ചിട്ടാണോ അപ്പൊ ഇവര് ജനാധിപത്യ പ്രക്രിയ കാണുന്നത് തന്നെ അങ്ങനെയാണ് എന്നുള്ളൊരു സംശയം വരുന്നുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ്. അവിടെ ആളുകൾ എങ്ങനെയായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്? അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും വിലയിരുത്തി, നേതാക്കളെ വിലയിരുത്തി, അവരുടെ ഇതൊക്കെ അവരുടെ നയങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി കൊടുക്കേണ്ട വോട്ടുകളാണ്. അല്ല, അതിനവർ ശരിക്കും യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന അവരുടെ അവസ്ഥയല്ലേ ചൂഷണം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സൗജന്യങ്ങൾ കൊടുത്തിട്ട് ഒരു വിലക്കെടുക്കാനുള്ളതല്ലോ മനുഷ്യന്റെ പൗരാവകാശം എന്ന് പറയുന്നത്. അങ്ങനെ വിലക്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. അല്ല, അങ്ങനെ അവർ വിചാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ആരോപണം, ഇതിലിപ്പോൾ ഒരു വിഷയം കൂടി എന്താന്ന് വെച്ചാലേ, ഈ ആരോപണങ്ങൾ ഇപ്പം കിറ്റ് കൊടുത്തോ പൈസ കൊടുത്തോ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് നേടാൻ പറ്റാത്തത് കൊണ്ടാണോ ഇവർ ഇങ്ങനെ ഫ്രീബീസുകൾ കൊടുക്കുന്നത് എന്നൊരു
ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരില്ലേ? അതെ, അല്ല അത് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും വികസനവും ജനക്ഷേമവും ഒക്കെ മുൻനിർത്തിയാണല്ലോ വോട്ട് അഭ്യർത്ഥിക്കേണ്ടതും ആളുകളോട് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ 2 വോട്ട് കിട്ടിയാൽ ആ വോട്ടിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ ചോദിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അവരുടെ സാഹചര്യങ്ങളെയൊക്കെ മുതലെടുത്ത് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതൊരു നല്ല കാര്യം, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലല്ലോ അത്. ഇപ്പോൾ 2 കമൻറ്റ് വായിക്കാം. പൈസ വാങ്ങി വോട്ട് ചെയ്യുന്നത് സ്വന്തം നാട് മറ്റൊരുത്തന് വിൽക്കുന്നത് തുല്യമാണെന്നാണ് ജിബി പറയുന്നത്. റിയാസ് പറയുന്നത് കിറ്റ് ജനം വാങ്ങും, വോട്ട് ചെയ്യില്ല. കേരളം ഒരുപാട് മാറിയിരിക്കുന്നു, നൈമിഷിക വിജയത്തിനായി മതത്തെ വരെ ഉപയോഗിക്കുന്നെന്ന് അബ്ദുൽ ഹമീദ് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ ഇപ്പം കിറ്റ് മാത്രമല്ല, ഈ തുടർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേരളത്തിലേക്ക് പണം ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമുക്കത് മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, മറ്റേ കുഴൽപ്പണം വന്ന കേസിൽ. അപ്പോഴും BJPയുടെ പേരാണ് കൊടകര കുഴൽപ്പണം. അതായത് 3.5 കോടി രൂപയോളം പറഞ്ഞ പോലെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനായിട്ട് കോടിയല്ല, അല്ല അതിന് മുന്നേ എത്തിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ സമയത്ത് മാത്രം 12 കോടി വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമായിട്ടാണ് ഈ 3.5 കോടി വരുന്നത്. അതും ഈ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് പുറത്ത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്. അന്ന് മറ്റേ BJP ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് പുള്ളി ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതെല്ലാം BJPയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ്. അതുപോലെ അന്നത്തെ ഏജന്റ് ഈ പറഞ്ഞ പോലെ ധർമ്മരാജനും ഇത് സംബന്ധിച്ചിട്ടുള്ള ഇയാളുടെ വെളിപ്പെടുത്തലുകളും മൊഴികളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിന്റെ പിന്നീട് പോലീസ് കുറ്റപത്രത്തിൽ ഈ മൊഴികളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം പിന്നീട് ഇതിനകത്ത് ED കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് ഈ BJPക്കെതിരെ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ മൊഴികളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതില്ല. സുരേന്ദ്രനെതിരെയാണ് മെയിൻ. ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് KS സുരേന്ദ്രനുമായി അത്രയും അടുപ്പം ഉണ്ടായിരുന്നുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ED കുറ്റപത്രത്തിൽ വന്നപ്പോഴത്തേക്കും KS സുരേന്ദ്രനൊക്കെ അതിനകത്ത് സാക്ഷികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ 3 തവണയായിട്ടെങ്ങാണ്ടാണ് ഈ 12 കോടി എത്തിച്ചിട്ടുള്ളത്. അതിനകത്ത് ഈ ലാസ്റ്റത്തെയാണ് ഈ 3.5 കോടിയിൽ വന്നപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഇതിനകത്ത് ഇയാൾ വെളിപ്പെടുത്തിയ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു എർട്ടിക കാറിലോ മറ്റോ ആണ് ഈ പണം കടത്തുന്നത്. ഇതിനകത്ത് ഈ പൈസ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാറിനുള്ളിൽ പ്രത്യേകമായിട്ട് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അതുപോലെ ഈ തൃശ്ശൂരിലേക്ക് 6 ചാക്കുകളിലായിട്ടാണ് അത് ഈ തിരൂർ സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാക്ക് കെട്ടുകളിലാണ് പണം വന്നിട്ടുള്ളത്. അപ്പൊ ഈ കോന്നിയിൽ അന്ന് പിന്നെ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കൊക്കെ ആ ഇലക്ഷന്റെ സമയത്ത് ഇത്രയും പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത് മൊഴിയിൽ പറയുന്നത്. അതുപോലെ അവിടുത്തെ മാത്രമല്ല, ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഈ പണം എത്തുകയും അവിടുത്തെ പ്രവർത്തകർക്കും അതേപോലെ ഈ അംഗങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്തരം ഈ പണം വലിയ ഇഷ്യൂ ആയിരുന്നു. അത് BJPക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്ന ഒരു അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. കോന്നിയിൽ പിന്നെ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും. കാരണം കോന്നിയിലെ സുരേന്ദ്രൻ അന്ന് 32,000-ന് മേലെ വോട്ടുകൾ നേടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോന്നിയിൽ അന്ന് ഈ പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതിന് പിന്നാലെയാണ് അന്ന് റിസൾട്ട് വന്ന് 32,000 വോട്ടുകൾ നേടിയത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇത് പണം കൊടുത്ത് നേടിയ വോട്ടുകളാണോ എന്നുള്ളതിൽ ആ ഒരു സംശയം നിലനിൽക്കും എന്തായാലും. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇതിനകത്തെ ഒരു കമൻസ് വായിക്കാൻ തോന്നുന്നു. സീമ CJ പറയുന്നുണ്ട്, I believe it's Kerala and educated Keralites are going to the booth to vote for കുത്ത്. അപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. സ്പന്ദന പറയുന്നുണ്ട്, പിണറായി 2021 കിറ്റ് കൊടുത്തല്ലേ ജയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആ കിറ്റ് കൊടുത്തുള്ള ജയം. പിന്നെ സുനിൽ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ LDF ഭരിക്കുന്നത്. അതാണ് ഇതിപ്പോ സർക്കാർ എത്ര വികസനങ്ങൾ ചെയ്താലും ഞങ്ങൾ വികസനം ചെയ്തിട്ടാണ് ഞങ്ങളെ വീണ്ടും തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അവസാനം പേര് വരുന്നത് കിറ്റ് കൊടുത്തല്ലേ ജയിച്ചെന്നുള്ള പേരാണ് വരുന്നത്. BJPക്ക് വോട്ട് കൂടും കിറ്റ് കൊടുത്താൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം BJP ഒളരിയിലൊക്കെ കിറ്റ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, തൃശ്ശൂർ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ
ഈ കിറ്റ് മാത്രല്ല മദ്യത്തിന് സ്ലിപ്പ് കൊടുക്കുന്നുണ്ട് വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപത്ത്. അങ്ങനെ ഒരു വിഷയം വരുന്നു. ആലപ്പുഴയിലും പള്ളിപ്പുറത്തും ചേർത്തലയിലൊക്കെ സാരി കൊടുക്കുന്നു. പൂഞ്ഞാറും അതുമായി ബന്ധപ്പെട്ട കുറെ സ്ഥലങ്ങളിലൊക്കെ സാരി കൊടുക്കുന്നു. നോക്കൂ, നമ്മൾ ഇങ്ങനെ ആളുകളുടെ വോട്ടിന് അത്രയും ഇതിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. പിന്നെ വിശദീകരണം പറയുന്നു അതിനൊന്നുമല്ല, വനിതാ റാലി നടത്താൻ വേണ്ടിയിട്ട് റാലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാരിയാണെന്ന് വിശദീകരണം പറയേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്, ഇവിടെ എത്ര കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ സാരി എന്നല്ല, നിങ്ങൾ ഇനി ഒരു പൊട്ട് കൊടുത്താലും പ്രശ്നമാണ്. ആ തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ അതിന് എന്ത് വിശദീകരണം കൊടുത്താലും ഇനി അവരത് അങ്ങനെ വിചാരിച്ചിട്ടല്ലെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഈ സമയത്ത് പുലർത്തേണ്ട ജാഗ്രത പുലർത്താതിരിക്കുക. ജാഗ്രതയൊന്നുമല്ല ഇത്, ആ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പക്ഷേ ഇതിൽ കമന്റ് ഉണ്ട്, എവിടെ കിറ്റ് എവിടെ പാരിതോഷികം, ഒരു ചുക്കും ഇതുവരെ ആരും തന്നിട്ടില്ല എന്നൊരു യൂസർ പറയുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കിറ്റ് കിട്ടാത്തതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു. അതിലൊരു റിപ്ലൈ വരുന്നത് MM മണി പറഞ്ഞ പോലെ കിറ്റ് മേടിച്ച് നക്കും എന്നിട്ട് മറ്റേ പണി ചെയ്യും എന്നാണ് ആ കമന്റ്. അതായത് നമുക്കറിയാം ആ കമന്റില് അല്ല, അത് പക്ഷെ വളരെ സർക്കാർ അത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ചെയ്യേണ്ടതാണ്, അത് സർക്കാരിന്റെ കടമയാണ്. മണി നമ്മൾ മണിക്ക് ഈ മറ്റേ ഒരു നാടൻ പ്രയോഗത്തിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആനുകൂല്യം കൊടുത്തിരിക്കുന്നുണ്ട്, പുള്ളിക്ക് പറയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അതേ ഒരു എത്രയോ കാലം MLA ഒക്കെ ആയിരുന്ന ഒരു മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ. അത് കിറ്റ്, ക്ഷേമ പെൻഷൻ എന്നൊക്കെ ഉള്ളത് ആളുകളുടെ അവകാശമാണ്. അത് ഇവരാരും ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്ന വിഷയമല്ല അത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ നമ്മൾ ഈ കിറ്റിന്റെ കഥ, അതുപോലെ സാരി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതുപോലെ തന്നെ വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടും ആ തരത്തിൽ വോട്ടുകൾ കിട്ടുക. നമ്മൾ എത്ര ഉദാഹരണം അല്ലേ ഈ തെരഞ്ഞെടുപ്പെടുത്തേക്കും. ഒന്ന് ബി ഗോപാലകൃഷ്ണനാണ്. പിന്നെ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണൻ, അതായത് ഗുരുവായൂർ പോലൊരു മണ്ഡലത്തിൽ ഇത്രയും കാലം വന്നിട്ടുള്ള മുസ്ലിം MLA മാരുടെ ജനപ്രതിനിധികളുടെ പേര് എഴുതി വെച്ച് ബോർഡ് വെക്കുക. അത് ആദ്യഘട്ടത്തിൽ കൃത്യമായി മതം പറഞ്ഞ് വോട്ട് പറയുന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോകുന്നു, അതിൽ ഈ ചട്ടലംഘന ഇടപെടലുണ്ടാവുന്നു. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. പിന്നെയാണ് ഈ ഫ്ലെക്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെയായിരുന്നു ഈ ശോഭാ കരന്തലജ് ഇവിടെ വന്നിട്ട് ലവ് ജിഹാദ്, എന്തൊക്കെയോ കുറേ ജിഹാദുകളുടെ പേര് പറഞ്ഞു. ജിഹാദുകൾ R ശ്രീലേഖ ഇതുപോലെ തന്നെയായിരുന്നു. ലവ് ജിഹാദിന്റെ കാര്യം പറഞ്ഞു സുപ്രീം കോടതി വരെ തള്ളിയതാണ്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നും ചന്ദ്രശേഖർ ഇത് പറഞ്ഞത് കേട്ടായിരുന്നോ? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ഉപമുഖ്യമന്ത്രി, അതായത് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടും, അതുപോലെ 6 മുസ്ലിം ലീഗ് മന്ത്രിമാരുണ്ടാവും. ഉണ്ടാവട്ടെ, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവർ തമ്മിൽ മുസ്ലിം ലീഗിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായാൽ ആർക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? കോട്ടെ ഒരു ബേസിക് ലോജിക്കിന്റെ പുറത്ത് വേണ്ട ഇതൊക്കെ പറയാൻ. ഉപമുഖ്യമന്ത്രി ഉണ്ടാവും, അവർ നേരത്തെ അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നൊക്കെയുള്ള ചർച്ചകൾ വന്നതാണ്. ഇതിന് പിന്നിലുള്ള ഒരു വലിയ പ്രശ്നം എന്താ പറയുക, അൺകോൺഷ്യസ് ആയിട്ട് ആളുകൾ ചിന്തിക്കും അല്ല പുള്ളിക്ക് ഇത് അറിയാൻ പാടില്ലായിട്ടൊന്നുമല്ലല്ലോ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചുള്ളത്. പക്ഷെ പുള്ളിക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് എവിടെയൊക്കെയോ കൊള്ളും. കുറച്ച് ആളുകളിലെങ്കിലും ഇതൊരു സംശയം. പിന്നെ നമുക്കത് വളരെ ഇത് ഒരു ലോജിക്കില്ലാത്ത കാര്യം പറയുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ വളരെ കോൺഷ്യസ് ആയിട്ട് ആലോചിച്ച് ചിന്തിച്ച് പറയുന്ന പരാമർശങ്ങളാണ് ഈ ലവ് ജിഹാദിന്റെ കാര്യമായാലും മറ്റേ ബിസിനസ് ജിഹാദ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പല ഇതൊന്നും അങ്ങനെ വെറുതെ അങ്ങ് ഒരു കാര്യം ആലോചിക്കണം, ഇതൊന്നും കേരളത്തിലെ ആളുകൾ ഇതൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവരിലേക്കാണ് ഇങ്ങനെ ഒരു വിഷം ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, ഡൈവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ്. നമ്മളിതിപ്പോ ഈ കിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇത് പറയണ്ടല്ല, പക്ഷെ ആളുകളെ വോട്ട് സ്വാധീനിക്കുന്നതിൻ്റെ
ഇപ്പൊ കിറ്റ് കൊടുത്തിട്ട് സ്വാധീനിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് സ്വാധീനിക്കുക, മതം പറഞ്ഞിട്ട് സ്വാധീനിക്കുന്ന അത് രാജ്യമന്ത്രികൾ വളരെ കൂളായിട്ട് അങ്ങ് പറയാം. മുസ്ലിം മന്ത്രിമാർ, എന്താ മുസ്ലിം മന്ത്രിമാരുണ്ടായാൽ ആ സാധനമാണ്. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. ഇപ്പൊ ഇതിലല്ല ഈ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞല്ലോ, സുരേന്ദ്രനെതിരെ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുന്നത്, സുരേന്ദ്രനെതിരെ ഇത്ര കേസുണ്ട്, ഒരുപാട് കേസുള്ളൊരു നേതാവാണെന്ന് തോന്നുന്നു സുരേന്ദ്രൻ. 2021 മഞ്ചേശ്വരത്ത് കോഴക്കേസ് സുന്ദരയ്ക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കൊടുത്തെന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെ ജില്ലാ കോടതി അത് തള്ളുവാങ്ങുകയും ചെയ്തു. പക്ഷെ സർക്കാർ അപ്പീൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇത് പതിവായിട്ട് നടക്കുന്നതാണ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്ന വിഷയമല്ല. ഈ പൈസ വാഗ്ദാനം ചെയ്തതായിട്ട് മറ്റേ ജാനുവായിട്ട് സി കെ ജാനുയുടെ ഇതുപോലെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പിന്നീട് പുറത്ത് വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപയോ മറ്റോ വാഗ്ദാനം. അതെ, ഇത് എപ്പോഴും ഒരു വശത്ത് ഒരു പാർട്ടീനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒരു പാർട്ടിയെ കുറിച്ചാണെന്നുള്ളത് ഒരു ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞാൽ ഈ രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് നേടാൻ കഴിയാത്തത് കൊണ്ടാണോ? ആയിരിക്കുമല്ലോ, അറിയില്ല. കമന്റുകൾ വായിക്കുന്നു. ഷറഫ് പറയുന്നുണ്ട്, യഥാർത്ഥ രാഷ്ട്രീയം നോക്കുന്നവർ എന്ത് കൊടുത്താലും മാറ്റി വോട്ട് ചെയ്യില്ല. വികസനം നോക്കുന്നവരും സമാധാനം ഇഷ്ടപ്പെടുന്നവരും സത്യസന്ധതയും ലളിതവുമായ സംസ്കാര സമ്പന്നമായ കേരളം ഇഷ്ടപ്പെടുന്നവരും മാറ്റി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അർജുൻ പറയുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉള്ളവർ ചെയ്തോളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഈ പാരിതോഷികങ്ങൾ, മറ്റേ പണം, ഇങ്ങനെ മദ്യം, ഈ കിറ്റുകൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നവർക്ക് അവരെന്ത് സാമൂഹിക പ്രതിബദ്ധത അവർക്ക് ഉണ്ടാകുമെന്നാണ്, അവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് പിന്നീട് ജനങ്ങളോടുള്ളത്? അപ്പം എന്തായാലും ഇത്രയും പൈസ ഇവരിനി ഒരു സർക്കാരിലേക്ക് വന്നു എന്ന് വിചാരിക്കും, ഇത്രയും പൈസയൊക്കെ കൊടുത്തതാണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് ഈ പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമല്ലേ നടത്തുക. പിന്നെ അഴിമതി ഉണ്ടാവും, സ്വജനപക്ഷപാതം ഉണ്ടാവും, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പല കാര്യങ്ങളും വഴിതിരിച്ച് വിട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മാനങ്ങളിലേക്ക് മാത്രമായിട്ട് ചർച്ചകൾ ഒതുങ്ങി പോകുന്നത്. നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വികസനമുണ്ട്, ജനക്ഷേമം, അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും മുന്നോട്ട് വെക്കാനും ഇരിക്കുകയാണ്. അവിടെയാണ് ഈ സമ്മാനങ്ങൾ മാത്രം ആയിട്ടൊരു ചർച്ചയിലേക്ക് ഒതുങ്ങിപ്പോകുന്നത്. അത് മാത്രമല്ല, ഈ വോട്ടർമാർ ഇക്കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വോട്ടർമാരുടെ നിലപാടും നിർണായകമാണ്. അവരെ ആലോചിക്കേണ്ടതാണ്. ഇപ്പം ഞങ്ങളൊരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ ജയിപ്പിച്ച് വിടുമ്പം അവർ നമ്മളുടെ ക്ഷേമത്തിനും നമ്മുടെ വികസനത്തിനും നമ്മുടെ നാടിൻ്റെ ഇതിനും വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുക, അതോ ഇവർ ഞങ്ങൾക്ക് ഈ 500 രൂപയോ ഒരു സാരിയോ തരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണോ എന്നത് കേരളത്തിലെ ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുള്ളൂ. ചിന്തിക്കുന്ന ആൾക്കാരും അവര് ആ വികസനങ്ങളെയൊക്കെ മുൻനിർത്തി കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആൾക്കാരും കൂടിയാണ്, വിലയിരുത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുറച്ച് സാധനങ്ങൾ ഫ്രീബീസ് ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വോട്ട് മൊത്തം അങ്ങ് മറിച്ചേക്കാം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കും. കേരളത്തിലെ വോട്ടർമാർക്ക് അങ്ങനെ ഒരു തീരെ ജനാധിപത്യ ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ ആളുകളെന്ന് തോന്നുന്നില്ല. നമുക്കെന്ന സമയം അവസാനിച്ചു. ഇന്ന് നമുക്ക് കമന്റുകൾ കുറവായിരുന്നു, പക്ഷെ വോട്ട് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കമന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയത്. നമുക്ക് അവസാനിപ്പിക്കാം. കിറ്റിലും പാരിതോഷികത്തിലും മറയുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് എന്നാണ് ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായം തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ആശയങ്ങളുടെ പോരാട്ടമായിരിക്കണം രാഷ്ട്രീയം, അല്ലാതെ സാധനങ്ങളുടെ വിതരണമാകരുത്. താൽക്കാലിക ലാഭത്തിനായി നൽകുന്ന വോട്ടുകൾ ദുർബലമാക്കുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തർ ജനങ്ങളാണ്. ഇത്തരം പ്രവണതകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും അകന്നു നിൽക്കാനുള്ള വിവേകമുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഇന്നത്തെ വോട്ട് കമന്റ് അവസാനിക്കുകയാണ്. നന്ദി.